എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബിസ്ക്കറ്റിയുടെ റെസിപ്പി ആയിട്ടാണ്. ബിസ്ക്കറ്റി എന്ന് പറയുന്ന ഒരു തരം ബിസ്ക്കറ്റാണ്. ഇറ്റാലിയൻ ടൈപ്പിലുള്ളൊരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഇന്നത് സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് പ്ലം കേക്കിൻ്റെ ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് 110 ഗ്രാം ബട്ടറാണ് വേണ്ടത്. അപ്പോൾ ഈ ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബട്ടറാണ്, ഉപ്പില്ലാത്ത ബട്ടറാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക. ബട്ടറിലാണ് ഇത് ചെയ്യുന്നത്. നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. നമ്മളിവിടെ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു മീഡിയം മധുരമായിരിക്കും. കുറച്ചുകൂടെ മധുരം വേണ്ടവർക്ക് 2 ടേബിൾ സ്പൂണും അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. പഞ്ചസാര നമ്മളിവിടെ പൊടിക്കാതെയാണ് കുറച്ച് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അലിയുന്നവരെ ഒന്ന് ബീറ്റാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റാക്കി എടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 മുട്ടയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയൊക്കെ ചേർത്തിട്ട് ഇപ്പം നമ്മൾ നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയാണ് വേണ്ടത്. മൈദ നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ സ്പൈസ് ഓൾറെഡി സോക്ക് ചെയ്ത് പ്ലം കേക്കിൻ്റെ ഫ്രൂട്ട്സിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇനി ഡ്രൈ ഫ്രൂട്ട്സിൽ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കറുവപ്പട്ടയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇതിലേക്ക് ഇനി 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. സ്പൈസസ് ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും ഏലക്കപ്പൊടിയും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിൻ്റെ മാവ് കുറച്ച് കട്ടിയിലാണ് വേണ്ടത്. അപ്പോഴാണ് നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഹാർഡായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. കേക്ക് ബാറ്ററിൻ്റെ അത്രയും ലൂസല്ല, എന്നാൽ നല്ല കട്ടിയിലാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇതിലേക്ക് പൊടി 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ ഇടാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സാണ്. നമ്മൾ കഴിഞ്ഞ മാസം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സാണ്. ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ ഇതിലിടുന്ന യാതൊരു നിർബന്ധമില്ല. പകരം നിങ്ങൾക്ക് ബദാം ചേർത്താലും മതി. നമ്മളിവിടെ ഒരു 10-12 ബദാം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ബദാം ആണ് ചേർക്കുന്നത്. അപ്പോഴാണ് അത് കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടുന്നത്. നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ട് ഇത് ട്രൈ ചെയ്യുന്നത്. എങ്കിലും ബദാം ഇല്ലെങ്കിൽ വെറുതെ കേക്ക് റിസ്ക് പോലെ ഒരു സംഭവമാണ് ബിസ്ക്കറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ബേക്കിംഗ് ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ച് കൊടുത്തിട്ട് ഈ മാവിനെ 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, ഇതുപോലെ നീട്ടിയിട്ട് വെക്കാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വലിയ ബേക്കിംഗ് ട്രേയിൽ എടുക്കാൻ പാടാണ്, ഓവൻ ഇല്ലാതെയാണ് നിങ്ങൾ ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ടിന്നിൽ ഇത് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊന്ന് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പാറ്റിലയിലോ അല്ലെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് മാവൊന്ന് പുരട്ടിയതിന് ശേഷം ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ സ്പാറ്റിലയിൽ മാവ് അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ ടച്ച് ചെയ്യുമ്പം സ്പാറ്റില ഒന്ന് നനയും. പിന്നെ അത് പൊടിയിൽ മുക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി. അങ്ങനെ കറക്റ്റായിട്ട് ഷേപ്പ് വരണമെന്ന് ഒന്നുമില്ല. ജസ്റ്റ് അത് ഒന്ന് ഈവനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. നമ്മൾ അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 10 മുതൽ 15 മിനിറ്റ് വരെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അല്ലാതെയാണ് ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പാത്രം ബേക്ക് ചെയ്യാനായിട്ട് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് നമ്മളത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് ബേക്കായി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ 30 മിനിറ്റ് അല്ലാതെങ്കിൽ ഇത് വേവുന്നവരെ ബേക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തണുക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് വളരെ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ കനം എന്ന് പറയുന്നത് ഒരുപാടങ്ങ് വീതിയിലല്ല, കുറച്ചൊരു വീതിയിലാണിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ വീണ്ടും ഇത് ബേക്ക് ചെയ്യും. അപ്പോഴാണ് ഇത് നല്ല ഹാർഡായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു തിക്നെസ്സിൽ നമ്മളിതൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിരിക്കുന്ന കാരണം കട്ട് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. കാരണം ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്യുമ്പം അതും കൂടെ കട്ടായിട്ട് ഇതൊന്ന് പൊടിഞ്ഞു പോകുന്ന പോലെ തോന്നും. അത് കുഴപ്പമില്ല. നമ്മളിത് ഇനി ബേക്ക് ആകുമ്പോൾ ഒന്നുകൂടെ നല്ലതായിട്ട് ഹാർഡാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് ബേക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ അതിന് നല്ലൊരു ബട്ടർ ഫ്ലേവറാണ്. പിന്നെ അതിൽ കിടക്കുന്ന ആൽമണ്ട്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ആൽമണ്ട് കട്ട് ചെയ്യാതെ മുഴുവനെയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടും. അപ്പോൾ രണ്ടും ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. വീണ്ടും നമ്മളിത് ബേക്കിംഗ് ട്രേയിലേക്ക് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് ബേക്ക് ചെയ്യാം. 15 മുതൽ 20 മിനിറ്റ്, ഓരോ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതൊന്ന് ലൈറ്റ് ബ്രൗണായി വരുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഇരിക്കും തോറും നല്ല ഹാർഡായിട്ട് വരും. ഇത് നന്നായിട്ട് ഹാർഡായി കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാകാതിരിക്കും. കാരണം നമ്മളിത് 2 തവണ ബേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് എയർ ടൈറ്റ് ആയിട്ട് റൂം ടെമ്പറേച്ചറിൽ ഇത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത് ചായയുടെ കൂടെയും കാപ്പിയുടെ കൂടെയൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയച്ചു തരിക. ക്രിസ്മസ് കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു ടെസ്റ്റിമോണിയൽ വീഡിയോ ആയിട്ടെല്ലാം ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.